यात्रियां कृपया ध्यान दीजिए, गाड़ी नंबर 6001 थोड़ी ही देर में प्लेटफॉर्म नंबर 1 पर आने की संभावना है. അപ്പൂപ്പന് ഹിന്ദി അറിയില്ലല്ലേ? അപ്പൂപ്പ, അതായത് യാത്രക്കാർ ധ്യാനിച്ചിരുന്നോ തീവണ്ടി ഇപ്പൊ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന്? അപ്പോ ഇതല്ലേ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം? അതെ. എന്നാലേ ഞാൻ അപ്പുറത്ത് എവിടെയും പോയി നിന്നോളാം. ജീവിച്ചു കൊതി തീർന്നിട്ടില്ല മോനെ. ജീവൻ വേണേൽ റെയിലിലോട്ട് ഇറങ്ങി നിന്നോ. വണ്ടി പ്ലാറ്റ്ഫോമിൽ കയറിയാലോ പൊടി പോലും കിട്ടില്ല. കഷ്ടം. ഹിന്ദി അറിയാൻ പാടില്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. ഹലോ, ആ ചിഞ്ചു, എന്താടാ? ഇല്ലടാ, ഞാനന്ന് കൊച്ചിക്ക് പോവാ. ഓ, നീ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണല്ലേ? ഇല്ല, ഒരു 10 മിനിറ്റ് മുമ്പ് വരെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇൻസൈഡ് സ്റ്റേഷനാ. ഞാൻ സ്റ്റേഷന്റെ അകത്ത് കയറി. ഓക്കേടാ, ഞാൻ വന്നിട്ട് വിളിക്കാം. ബൈ. മോനെ, ഇവിടെ സീറ്റ് ഉണ്ടോ? ഓ, ഇഷ്ടം പോലെ. സീറ്റൊക്കെ ഫുള്ളാണല്ലോ. മര്യാദയ്ക്ക് മുന്നിലെ കമ്പാർട്ട്മെന്റിൽ കയറിയാ മതിയായിരുന്നു. ആ ചെക്കനോട് ഞാൻ ചോദിച്ചതാണല്ലോ. എടാ, ഞാൻ നിന്നോട് സീറ്റ് ഉണ്ടോന്ന് ചോദിച്ചല്ലേ കയറിയത്. താനെന്താ ആളെ കളിയാക്കുക? ചേട്ടൻ എന്താ കണ്ണ് കണ്ടൂടെ? ഈ കാണുന്നതൊക്കെ സീറ്റ് അല്ലാതെ പിന്നെന്താ? അതിനിതൊക്കെ ഫുള്ളല്ലേ. ചേട്ടൻ സീറ്റ് ഉണ്ടോന്നല്ലേ ചോദിച്ചുള്ളൂ, അല്ലാതെ സീറ്റിൽ ആളുണ്ടോന്ന് ചോദിച്ചില്ലല്ലോ. എഞ്ചിനീയറെ, ഇന്നലെ ഹോസ്പിറ്റലിൽ ഒരു സീരിയസ് കേസ് വന്നു. ഡോക്ടർ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ വീട്ടിലായിരുന്നു. ഫോൺ വന്ന ഉടനെ 1/2 മണിക്കൂർ കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. ഉടനെ ഓപ്പറേഷൻ നടത്തി. പക്ഷേ രോഗി മരിച്ചുപോയി. കഷ്ടമായി പോയി. എന്നാലും വീട്ടിലായിരുന്നത് കൊണ്ട് അപ്പോഴെങ്കിലും എത്താൻ പറ്റി. പുറത്ത് വല്ലയിടത്തും ആയിരുന്നെങ്കിലോ? ഓപ്പറേഷൻ കൂടാതെ രോഗി രക്ഷപ്പെട്ടു പോയേനെ. ആരടാവൻ? നീ ആള് കൊള്ളാലോ. ഇങ്ങ് വന്നേ. എന്താ കാര്യം? ഞങ്ങൾ ആരാണെന്ന് അറിയാമോ? ചേട്ടൻ ഡോക്ടർ, ഈ ചേട്ടൻ എഞ്ചിനീയർ. എന്നിട്ടാണോ ഞങ്ങളെ കളിയാക്കുന്നത്? സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തുള്ളവരെ ബഹുമാനിക്കണം, കേട്ടാ? നിങ്ങളെക്കാൾ ഉന്നത സ്ഥാനത്ത് എന്റെ അച്ഛൻ, അറിയോ? ആരാ നിന്റെ അച്ഛൻ? തെങ്ങ് കയറ്റക്കാരനാ? അല്ല, എന്റെ അച്ഛൻ രാഷ്ട്രീയക്കാരനാ. ഓക്കെ, സമ്മതിച്ചു. ഡോക്ടർക്കും എഞ്ചിനീയർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാം ഈ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട്. പക്ഷേ ഒരു ഡോക്ടർക്കാണ് ഈ പറഞ്ഞ 3 പേരിലും ഏറ്റവും മഹനീയ സ്ഥാനമുള്ളത്. അതെന്താ? എഞ്ചിനീയർമാർ അത്ര മോശമാണോ? മോശമെന്നല്ല. ഹലോ, രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് എന്റെ അച്ഛന് പടിയുണ്ടാക്കി വെക്കരുത്. അതെങ്ങനെയാടാ നിന്റെ അച്ഛന് പണിയുണ്ടാവുന്നത്? ഇടനിലക്കാരനായി നിന്ന് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ വേണമല്ലോ. അങ്ങനെ നോക്കുമ്പോ രാഷ്ട്രീയക്കാരൻ തന്നെയാ ഉന്നതൻ. അല്ല, ഞാനൊരു ഉദാഹരണം പറയാം. ആദാമിന്റെ വാരിയെല്ലിൽ നിന്നാണല്ലോ ദൈവം ഹവ്വയെ സൃഷ്ടിച്ചത്. അതായത് ആദ്യത്തെ ഓപ്പറേഷനാണ് ആദ്യം സംഭവിച്ചത്. അതുകൊണ്ട് ഒരു ഡോക്ടർ തന്നെയാ കേമൻ, അല്ലേ എഞ്ചിനീയറെ? അല്ല, ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഒരു ഡോക്ടർ തന്നെ ആയിരിക്കും കേമൻ. പക്ഷേ അതിനു മുമ്പ് മറ്റൊന്ന് നടന്നിട്ടുണ്ട്. അതിനു മുമ്പിലൂടെ ആരാ നടന്നത്? അതായത് ആകെ അലങ്കോലമായി കിടന്ന ഇവിടെ 6 ദിവസം കൊണ്ടാ ദൈവം ഭൂമി ഉണ്ടാക്കിയത്. അങ്ങനെ നോക്കുമ്പോ എഞ്ചിനീയറിംഗ് അല്ലേ ആദ്യം സംഭവിച്ചത്? അപ്പോ എഞ്ചിനീയർ തന്നെയാ മുകളിൽ. അല്ലല്ല, എന്റെ അച്ഛൻ, അതായത് രാഷ്ട്രീയക്കാരൻ തന്നെ ആയിരിക്കണം ആദ്യമുണ്ടായത്. അയ്യേ, ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അതെ, എഞ്ചിനീയറിംഗിന് മുമ്പ് ഇവിടെ എങ്ങനെ കിടന്നു എന്നാ പറഞ്ഞത്? അലങ്കോലമായി കിടന്നൂന്ന്. നേരാണല്ലോ. അതെ, ഈ അലങ്കോലമായ അവസ്ഥ ആരുണ്ടാക്കിയെന്നാ കരുതിയത്? എന്റെ അച്ഛൻ. ചേട്ടാ, ഇവിടെ എനിക്ക് പാകമായ ഷർട്ട് ഉണ്ടോ? മോൻ എത്ര ഷർട്ട് വേണമെങ്കിലും ഇവിടെയുണ്ട്. എനിക്ക് പാകമായ ഒരെണ്ണം മതിയായിരുന്നു. ഈ ഷർട്ടിന് 500 രൂപ. 500 രൂപയോ? അപ്പുറത്തെ കടയിൽ ഇതേ ഷർട്ടിന് 100 രൂപയുള്ളൂ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. വേറെ വല്ല ലോക്കൽ കമ്പനിയും ആയിരിക്കും. നോ, ഇതേ കമ്പനി, ഇതേ സൈസ്, ഇതേ കളർ, വില മാത്രം വ്യത്യാസം. ഇവിടെ 500, അവിടെ 100. ഇത് ഞാൻ വിശ്വസിക്കില്ല. നീ പറയുന്നത് പച്ചക്കള്ളമാണ്. കള്ളമായാലെന്താ, വില കുറവല്ലേ? കള്ളമായാലും വിലയിൽ 400 രൂപയുടെ വ്യത്യാസം ഉണ്ടല്ലോ.
മോനെ ഇവിടെയും വില കുറവാ. 500 രൂപയുടെ ഷർട്ടിന് 50% ഡിസ്കൗണ്ട് ഞങ്ങൾ നൽകുന്നുണ്ട്. അപ്പോ ഇതിന് 250 രൂപയേ വരുന്നുള്ളൂ. സത്യമാണോ? പിന്നല്ലാതെ. അതായത് മോന് 250 രൂപ ലാഭം. ചേട്ടൻ സമയം കളയാതെ ഈ ഷർട്ട് പാക്ക് ചെയ്തോ. അച്ഛാ അമ്മേ, അച്ഛാ അമ്മേ, അമ്മ അച്ഛ, അമ്മ അച്ഛ. എന്താടാ, എന്താ വിളിച്ചു പോകുന്നത്? തെണ്ടിക്കറങ്ങി വന്നിരിക്കുന്നു. അച്ഛാ, ഞാൻ തെണ്ടാൻ പോയതൊന്നും അല്ല. 250 രൂപ ലാഭം ഉണ്ടാക്കി വരുന്ന മകനോട് ഇങ്ങനെ സംസാരിക്കല്ലേ അച്ഛാ? 250 രൂപ ലാഭമോ? എന്താ നിനക്ക് ലോട്ടറി അടിച്ചോ? അതൊന്നല്ല, ഞാനൊരു ഷർട്ട് വാങ്ങിച്ചു. ആഹാ, ഇതിനായിരുന്നല്ലേ കാലത്ത് 250 രൂപ എരന്ന് വാങ്ങിയത്. അതും നശിപ്പിച്ചു. അച്ഛാ, ഞാൻ കാശ് നശിപ്പിച്ചില്ല. ഈ ഷർട്ടിന് വില 250 രൂപയാണ്, സത്യമാ. പക്ഷേ ഒരു ചില്ലിക്കാശ് പോലും എനിക്ക് ചെലവായില്ല. എങ്കിൽ നീ മോഷ്ടിച്ചതാവും. ഒന്നുകളയും ഞാൻ. ഈ അച്ഛൻ്റെ ഒരു കാര്യം വെറുതെ അല്ല അമ്മ എപ്പോഴും പറയുന്നത്. ഇത് ഞാനൊരു പൊട്ടനാണെന്ന്. എടാ, എങ്ങനെയാണടാ നീ 250 രൂപ ലാഭം ഉണ്ടാക്കിയത്? അതെ, ഈ ഷർട്ടിന് 500 രൂപയാണ് വില. റിഡക്ഷൻ സെയിൽ ആയതുകൊണ്ട് 250 രൂപ മതി. അപ്പോ 250 രൂപ ലാഭം. ആ ലാഭം കിട്ടിയ 250 രൂപ കൊണ്ടാ ഈ ഷർട്ട് വാങ്ങിയത്. നമുക്കൊരു ചില്ലി പോലും ചെലവായില്ല. ബുദ്ധി വേണം അച്ഛാ, ബുദ്ധി. ഓ, ഏത് നേരവും ടിവിയുടെ മുന്നിലാ. പോയിരുന്ന് പഠിക്കാൻ നോക്കടാ. ശോ, ഏത് നേരം പഠിക്ക്. ഇത് തന്നെ പറയാനുള്ളൂ. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് വേണ്ട എന്റർടൈൻമെന്റ്. അവൻ പറയുന്നതിലും കാര്യമുണ്ട് മോനെ. നീ നിന്റെ ഹോംവർക്ക് എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഒരു സിനിമയ്ക്ക് പോയിക്കോ. ദാ 100 രൂപയുണ്ട്. പോയി നല്ലൊരു സിനിമ കണ്ടിട്ട് സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്തണം കേട്ടോ. ഓഹോ, ശരി അച്ഛാ. പിന്നെ ഒറ്റയ്ക്ക് പോകണ്ടാട്ടോ, ആ ചിഞ്ചുവിനെ കൂടെ കൂട്ടിക്കോ. ശരി അച്ഛാ. എടാ ചിഞ്ചു, അടുത്ത ഷോ 3:30. ഇനി 1 മണിക്കൂറുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നാ നമുക്കൊരു ഹോട്ടലിൽ കയറി കാപ്പി കുടിച്ചിട്ട് വരാം. ഓക്കേ. സാർ, എന്താ കഴിക്കാൻ വേണ്ടത്? എടാ ടിൻഡു, നിനക്കൊരു കല്യാണം കഴിക്കണമെന്ന് പറ. നടത്തി തന്നാ രക്ഷപ്പെട്ടില്ലേ? മണ്ടത്തരം പറയാതെ. എനിക്ക് നല്ല തൊണ്ടവേദന. എടോ, ഇവിടെ ചൂടുള്ള എന്താ ഉള്ളത്? ഇവിടെ ഏറ്റവും ചൂടുള്ളത് അടുപ്പാ. എന്താ 2 പ്ലേറ്റ് എടുക്കട്ടെ? എന്താ തമാശക്കാ? എന്നാ വേണ്ടാട്ടോ. തമാശ പറയാനേ ഇവിടെ ടിൻഡു ഉണ്ട്. എനിക്കൊരു കോഫി എടുത്തോ. നിനക്കെന്താ വേണ്ടത്? എനിക്കും കോഫി മതി. എന്നാ 2 കോഫി. സാർ, ബ്ലാക്ക് കോഫി ആണോ അതോ? ഓഹോ, ഇപ്പൊ അങ്ങനെയുണ്ടോ? കാലത്തിന്റെ ഒരു പുരോഗതിയെ. എനിക്ക് ബ്ലാക്ക് കോഫി മതി. നിനക്കോ? എനിക്ക് ഗ്രീൻ. അല്ല, റെഡ് കോഫി. അപ്പോ എനിക്കൊരു ബ്ലാക്ക് കോഫിയും ഇവനൊരു റെഡ് കോഫിയും. വേഗം വേണം. സാർ, ബ്ലാക്ക് കോഫി എന്ന് പറഞ്ഞാ പാലൊഴിക്കാത്ത കോഫി എന്നാണ്. എടോ, താനെന്താ ആളെ കളിയാക്കാ? പോയി 2 പാലൊഴിച്ച കാപ്പി എടുത്തോണ്ട് വാടോ. അല്ല പിന്നെ വേണ്ടാന്ന് വെക്കുമ്പോ ടിൻഡുവിനോടാ കളി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഏതെങ്കിലും ചെറിയ ഹോട്ടലിൽ കയറിയാ മതിന്ന്. ഇനിയിപ്പൊ അവൻ എന്ത് പണ്ടാരാണാവോ കൊണ്ടുവരിക. ഇതാ കോഫി. ഓ, ഇത് കോഫിയാണെന്ന് എനിക്കും അറിയാം. പോയേ. ഇതെന്താ ഡയറിയോ? സാർ, ഇത് ബില്ലാണ്. ടിൻഡു, എന്നാ നമുക്ക് പോവാം. സിനിമ തുടങ്ങാൻ സമയായി.